Hello, this is your English companion. Today we have a simple poem to discuss. This is the poem that we have to study in our first year Equivalency English course. The title of the poem is My Cherry Tree, written by Ellen Bailey. ഏറ്റവും സിമ്പിളായിട്ടുള്ള പിക്ടോറിയൽ ക്വാളിറ്റീസ് ഒരുപാടുള്ള എന്ന് വെച്ചാൽ ഈ പോയത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റാവുന്നത് ഒരു കൂട്ടം ചിത്രങ്ങളാണ്. പിന്നെ ഈക്വലൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോയംസ് എന്ന് പറയുന്നത്. പോയംസ് നമുക്ക് 4 എണ്ണമാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. ഈ 4 എണ്ണം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ തന്നെ ജയിക്കാനുള്ള മാർക്ക് അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് കരുതലോടുകൂടി പഠിക്കേണ്ട ഭാഗമാണ് പോയംസ് എന്ന് പറയുന്നത്. ഒരെണ്ണം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ പോയമാണ് മൈ ചെറി ട്രീ. ഈ പോയം എന്ന് പറയുന്നത് ഇറ്റ് ഹ്യൂമറസ്ലി ഡെപ്പിക്ട്സ് എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുന്നത് ദ സെൽഫിഷ്നെസ് ഓഫ് മാൻ ആൻഡ് ഹീസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ്. മനുഷ്യൻ്റെ സ്വാർത്ഥതയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ അവൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം. എന്തിൻ്റെ ചൂഷണമാണ്? ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ്. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും അമിതമായി ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ്റെ സ്വാർത്ഥതയെ ഹ്യൂമറസ് ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരു കവിതയാണിത്. ദ പോയം സാറ്ററൈസസ് ദ ക്രുവൽ ആറ്റിറ്റ്യൂഡ് ഓഫ് മാൻ ടുവേർഡ്സ് ഹിസ് ഫെലോ ബീയിങ്സ്. തൻ്റെ സഹജീവികളോടുള്ള മനുഷ്യൻ്റെ ക്രൂര മനോഭാവത്തെ സറ്ററൈസ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ സറ്റയർ എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യം എന്നാണ് അർത്ഥം. ഹാസ്യരൂപേണ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിക്കുന്നതിനെ അങ്ങനെ അവതരിപ്പിക്കുകയാണ് ഈ പോയത്തിലൂടെ. നോട്ട് ഓൺലി ഹ്യൂമൻ ബീയിങ്സ്, ഓൾ ദ ക്രീച്ചേഴ്സ് ഓൺ എർത്ത് ഓൾസോ ഹാസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ലിവ് ഇൻ നേച്ചർ കൺസ്യൂമിങ് ഇറ്റ്സ് റിസോഴ്സസ്. മനുഷ്യന് മാത്രമല്ല, ഭൂമിയിലെ എല്ലാ ജീവികൾക്കും അതിനുള്ള അവകാശമുണ്ട്. എന്ത്? കൺസ്യൂമിങ് ദ റിസോഴ്സസ് ഓഫ് നേച്ചർ. പ്രകൃതിയിലെ വിഭവങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കാനുള്ള അവകാശം അല്ലേ? മനുഷ്യന് മാത്രം തിന്നാൽ പോരാ, പ്രകൃതിയിലുള്ള എല്ലാത്തിനും ഭക്ഷിച്ച് ജീവിക്കാനുള്ള സാധനമാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് നൽകുന്ന ഒരു പോയമാണിത്. ഇനി നമുക്ക് എഴുത്തുകാരിയെക്കുറിച്ച് ഒന്ന് നോക്കാം. എലൻ ബെയ്ലി ഈസ് എ കണ്ടംപററി വിർജീനിയൻ പോയറ്റസ്. സമകാലീന എഴുത്തുകാരിൽ വളരെ പ്രസിദ്ധയായ ഒരു വിർജീനിയൻ പോയറ്റസ് ആണ് നമ്മുടെ എലൻ ബെയ്ലി. അവരേറ്റവും പ്രശസ്തയായിരിക്കുന്നത്, വെൽ നോൺ ആയിരിക്കുന്നത് അവരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായ രചനകളും അതുപോലെ തന്നെ അവരുടെ ഹ്യൂമറസ് പോയംസ്, തമാശ രൂപേണയുള്ള പോയംസിലൊക്കെയാണ്. വളരെ ലളിതമായ ആഖ്യാന ശൈലിയോടുകൂടിയും അതുപോലെ തന്നെ വാക്കുകളും വളരെ ലളിതമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പിക്ടോറിയൽ ക്വാളിറ്റിയുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ പിക്ടോറിയൽ ക്വാളിറ്റി എന്താണെന്ന്. ഒരു വരി കണ്ടു കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ പല ചിത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അങ്ങനത്തെ സ്വഭാവമുള്ള കവിതകളെയാണ് നമ്മൾ പിക്ടോറിയൽ ക്വാളിറ്റിയുള്ള കവിതകൾ എന്ന് പറയുക. കുറേ ഇമേജസ് അതിലിങ്ങനെ ഉണ്ടാവും. ഷീ ഈസ് അട്രാക്റ്റഡ് ബൈ ദ എക്സ്റ്റേണൽ വേൾഡ് ഓഫ് റിയാലിറ്റി ആൻഡ് ഫൈൻഡ്സ് ഹാപ്പിനെസ് ഇൻ ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് ചാം. എലൻ ബെയ്ലി അങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എഴുതുന്ന ആളല്ല. ഭൗതിക ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും അതിലുണ്ടാകുന്ന സന്തോഷവും അതിൻ്റെ ബ്യൂട്ടിയും അതിൻ്റെ അട്രാക്ഷനും ഒക്കെയാണ് നമ്മുടെ കവിയെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള കവിതകളാണ് അവരെഴുതിയിട്ടുമുള്ളത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ പോയം. I sat watching the birds in my cherry tree. There were so many, they outnumbered the leaves. They would flint and flutter and fly all about, stuffing my cherries in their little mouths. ആദ്യത്തെ വരി തന്നെ നോക്കൂ. I sat. I is the speaker. The poet herself is the speaker here. ഇതിൻ്റെ നരേറ്റർ എന്ന് പറയുന്നത്, കഥ പറയുന്നത്, കഥയോ അനുഭവമോ അല്ലെങ്കിൽ ഈ പോയത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഐ തന്നെയാണ്. ഐ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോയറ്റസ് തന്നെയാണ് ഇവിടെ. I sat watching the birds in my cherry tree. ഞാനൊരു കാര്യം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വാച്ചിങ് ബേർഡ്സ് ഇൻ മൈ ചെറി ട്രീ. എനിക്കൊരു ചെറി ട്രീ ഉണ്ട്, അതിലൊരുപാട് പക്ഷികൾ വന്നിരിക്കുന്നു. ഞാനത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വരി വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് ചില ചിത്രങ്ങളൊക്കെ ഓടിയെത്തുന്നില്ലേ? ദാറ്റ് ഈസ് ദ പിക്ടോറിയൽ ക്വാളിറ്റി. നമ്മളങ്ങനെ തിണ്ടത്തിരിക്കുകയാണെന്നും നമ്മുടെ മുറ്റത്ത് ഒരു ചെറി ട്രീ ഉണ്ടെന്നും ആ ചെറി ട്രീയിലൂടെ പല വർണ്ണങ്ങളിലുള്ള പക്ഷികൾ അങ്ങനെ പറന്ന് നടക്കുകയാണെന്നും ഒന്നങ്ങനെ മനസ്സിൽ കരുതി നോക്കൂ. There were so many means there were so many birds. They outnumbered the leaves. Outnumbered means be more numerous than, to exceed in number. ഒരുപാടുണ്ട്. എന്തിനേക്കാൾ അധികമാണുള്ളത്? They outnumbered the leaves. So there are so many birds than the leaves on that tree. ആ മരത്തിലെ ഇലകളേക്കാൾ അധികം പക്ഷികൾ അതിലെ പറന്ന് നടക്കുന്നുണ്ട്. They would flint and flutter and fly all about. They would flint എന്ന് വെച്ചാൽ behave cruelly എന്നാണ്. പരസ്പരം കുത്തുന്നുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം. ക്രൂരമായിട്ട് പെരുമാറുക. അതുപോലെ തന്നെ ഫ്ലട്ടർ ചെയ്യുക എന്ന് വെച്ചാൽ ഫ്ലാപ്പ് ദ വിങ്സ് റാപ്പിഡ്ലി, പെട്ടെന്ന് ഇങ്ങനെ ചിറകടിച്ചു കൊണ്ടിങ്ങനെ നടക്കുക. ആൻഡ് ഫ്ലൈ. ഫ്ലട്ടറും ഫ്ലൈയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ
നീങ്ങാനുള്ള ചെറുകടിയല്ല, ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുകടിച്ച് നിൽക്കുന്നതാണ് ശരിക്കും ഫ്ലട്ടർ എന്ന് പറയുക. ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ചെറിപ്പഴം കൊത്തി തിന്നാനായിരിക്കും അവരെങ്ങനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ദേ ഫ്ലിൻഡ് ആൻഡ് ഫ്ലട്ടർ ആൻഡ് ഫ്ലൈ. ഇവിടെ നോക്കൂ, ആ തുടക്കത്തിൽ എഫിൻ്റെ ഒരു പ്രയോഗം, ഫ്ലിൻഡ്, എഫും ഉണ്ട് എല്ലും ഉണ്ട്. ഫ്ലട്ടർ, അവിടെയും എഫും എല്ലും കാണാം. ഫ്ലൈ, അവിടെയും കാണാം. ഇത് കോൺസണന്റ് സൗണ്ട്സ് ആണ്, വ്യഞ്ജനാക്ഷരങ്ങളാണ് അല്ലേ. എ ഇ ഐ ഒ യു അല്ലെങ്കിൽ ആ സൗണ്ടുകൾ വരുന്ന സ്വരാക്ഷരങ്ങൾ വരുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങൾ അടുത്തടുത്ത് വരുന്ന വാക്കുകളിൽ ആദ്യം ആവർത്തിച്ച് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അലിട്രേഷൻ. നമ്മളത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവരിങ്ങനെ പറന്ന് നടക്കുന്നത്? സ്റ്റഫിങ് മൈ ചെറീസ് ഇൻ ദ ലിറ്റിൽ മൗത്ത്സ്. ഞാനുണ്ടാക്കിയിട്ടുള്ള ചെറുപ്പഴങ്ങൾ മുഴുവൻ വായിലേക്ക് സ്റ്റഫ് ചെയ്തുകൊണ്ട്, സ്റ്റഫ് ചെയ്യുക പറഞ്ഞാൽ കുത്തി നിറയ്ക്കുക എന്നർത്ഥം അല്ലേ. വായിൽ മുഴുവൻ ചെറുപ്പഴങ്ങൾ കുത്തി നിറച്ച് അവറ്റെ ഇങ്ങനെ അറുമാദിച്ച് നടക്കുകയാണ്. ഇനി അവിടെയുള്ള പക്ഷികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ദേ വർ ബ്ലൂ ബേർഡ്സ് ആൻഡ് റെഡ് ബേർഡ്സ് ആൻഡ് സ്പാരോസ്. ബ്ലൂ പക്ഷികൾ, റെഡ് പക്ഷികൾ, അതുപോലെ തന്നെ അടയ്ക്കാക്കുരുവികളൊക്കെ ഉണ്ട്. ദേ ഹാഡ് കം ടു മൈ ട്രീ ഫോർ ദ ഫ്രൂട്ട് ടു ബോറോ. എൻ്റെ മരത്തിലേക്ക് അവർ വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഫ്രൂട്ട് ടു ബോറോ, അതിലുള്ള പഴങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ബോറോ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അർത്ഥം എന്താണ്? ടു റിസീവ് സംതിങ് ഫ്രം സംബഡി ടെമ്പറലി. കടം വാങ്ങുന്നതിനാണ് നമ്മൾ ബോറോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലേ. ഐ ബോറോഡ് സം മണി ഫ്രം മൈ ഫ്രണ്ട് എന്ന് പറയാറുണ്ട്. പൈസയെ കടം വാങ്ങുന്നതിനെ, ഇതിലൊരു സാധനം താൽക്കാലികമായിട്ട് വാങ്ങുന്നതിനെയാണ് ബോറോ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വാക്ക് മനഃപൂർവ്വമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ നരേറ്റർ തിങ്സ് ദാറ്റ് ദീസ് ചെറി ഫ്രൂട്ട്സ് ആർ ഹേഴ്സ്, ഓർ ഷീ ഈസ് ദ ഓണർ ഓഫ് ദാറ്റ് ചെറി ട്രീ ആൻഡ് ഇറ്റ്സ് ഫ്രൂട്ട്സ്. ഇതിൻ്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് ഈ നരേറ്ററാണ്. സോ ദീസ് ഫ്രൂട്ട്സ് നെവർ ബിലോങ്സ് ടു ദീസ് ബേർഡ്സ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പഴങ്ങൾ ഒരിക്കലും ഈ പക്ഷികൾക്ക് അവകാശപ്പെട്ടതല്ല. അങ്ങനെ ഒരു അർത്ഥം കൂടി ഇവിടെയുണ്ട് ബോറോയ്ക്ക്. അതുകൊണ്ടാണ് അവർ എൻ്റെ പഴങ്ങൾ കടം വാങ്ങാൻ വന്നതാണ് എന്ന് പറഞ്ഞത്. പഴങ്ങൾ ഒരിക്കലും പക്ഷികളുടേതല്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. They made a lot of noise and were happy as can be. I began to doubt if there would be any left for me. They made a lot of noise. They എന്ന് ഉദ്ദേശിക്കുന്നത് ബേർഡ്സ്. ബേർഡ്സ് ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒച്ചയെടുക്കുന്നുണ്ട്. ആൻഡ് were happy, കാരണം അവർ വളരെ സന്തോഷവാന്മാരാണ്. അങ്ങനെ തന്നെ ആവുമല്ലോ, ചെറി ഒരുപാടുള്ളതല്ലേ. I began to doubt. So, seeing the appetite of these birds, seeing the eating of these birds, this author doubts. The narrator doubts that if there would be any cherries left for her. തനിക്കിനി എന്തെങ്കിലും പഴം ബാക്കി ഉണ്ടാവുമെന്ന് സംശയിച്ചു പോവുകയാണ് അവർ. അവരിപ്പോൾ സ്വയം പരിഭവം പറയുകയാണ്. കാരണം I planted that tree and nurtured it from seed. I watered and pruned it as often was the need. I toiled and labored to protect it from the cold. I was raising prize cherries, or so I was told. എനിക്കാണ് ആ ചെറി ട്രീസിൽ അവകാശം എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഇറ്റ് വാസ് മീ ഹു പ്ലാന്റഡ് ദാറ്റ് ട്രീ. ഞാനാണത് നട്ടത്. ആൻഡ് നർച്ചേർഡ് ഇറ്റ് ഫ്രം സീഡ്. വിത്തിൽ നിന്ന് അതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നത് ഞാനാണ്. നർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് നറിഷ് ചെയ്ത് കൊണ്ടുവരിക, വളർത്തുക. ഇതിൽ നിന്ന്, സീഡിൽ നിന്ന്, വിത്തിൽ നിന്ന് അതിനെ വളർത്തിക്കൊണ്ടുവന്ന് വലുതാക്കിയത് ഞാനാണ്. ഐ വാട്ടേഡ് ഇറ്റ്. വാട്ടർ എന്നുള്ളത് വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. നനയ്ക്കുക എന്നുള്ളതിന് വാട്ടേഡ് എന്ന് പറയാം. വാട്ടറിങ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞാനതിനെ നനച്ചു. ആൻഡ് പ്രൂൺഡ് ഇറ്റ്. ശാഖകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് മുറിച്ച് വിടും. അതിനാണ് പ്രൂൺ ചെയ്യുന്നത്. ഒന്ന് ഷേപ്പ് ചെയ്ത് വരിക, ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുക. ബുഷസ് ഒക്കെ നമ്മൾ പ്രൂൺ ചെയ്യാറുണ്ട്. ഐ വാട്ടേഡ് ആൻഡ് പ്രൂൺഡ് ഇറ്റ് ആസ് ഓഫൻ വാസ് ദ നീഡ്. ആവശ്യത്തിനനുസരിച്ച് ഞാനതൊക്കെ ചെയ്യാറുണ്ട്. ഐ ടോയിൽഡ് ആൻഡ് ലാബേർഡ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ദ കോൾഡ്. ഐ ടോയിൽഡ് ആൻഡ് ലാബേർഡ്. ടോയിലിൻ്റെയും ലാബേർഡിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്, കഷ്ടപ്പെടുക എന്നാണ്. ടു വർക്ക് ഹാർഡ്. എന്തിന്? ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ദ കോൾഡ്. തണുപ്പിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ഐ വാസ് റൈസിങ് പ്രൈസ് ചെറീസ്. റൈസിങ് എന്നുള്ളതിൻ്റെ അർത്ഥം വളർത്തുക എന്നാണ്. ടു മേക്ക് ഗ്രോ, ടു ബ്രിങ് അപ്പ്. എൻ്റെ പ്രൈസ്ഡ് ചെറീസിനെ ഞാനാണ് വളർത്തിയത്. പ്രൈസ്ഡ് മീൻസ് പ്രൈസ്ലെസ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഹൈലി വാല്യൂഡ്. ഒരുപാട് മൂല്യം നിർണ്ണയിക്കാൻ സാധിക്കാത്ത ആ ചെറിയ നട്ട് വളർത്തി പരിപോഷിപ്പിച്ച് വലുതാക്കി ഇത്രത്തോളം ആക്കിയത് ഞാനാണ് എന്നാണ് കവി പറയുന്നത്. ഇനി അവസാനത്തെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. സീഡ്, നീറ്റ്, കോൾഡ്, ടോൾഡ് അല്ലേ. അവസാനത്തെ സൗണ്ടുകൾ ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാം. ഈഡ്, ഈഡ്, ഓൾഡ്, ഓൾഡ് അല്ലേ.
ഇത്തരത്തിലുള്ള വാക്കുകളിൽ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് സീഡ്, നീഡ് എന്നുള്ളത് റൈം ചെയ്തു പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് കോൾഡും ടോൾഡും. അപ്പോൾ ഒരേപോലെ സൗണ്ട് വരുന്നതിന് നമുക്ക് ചില പേരുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഡിയിൽ അവസാനിക്കുന്നതിന് നമ്മൾ എ എന്ന് പേര് കൊടുക്കുന്നു. ഒന്നാമത്തെ വരിക്ക് ഈ ഡിയിലാണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് നമ്മളതിന് എ എന്ന് പേര് കൊടുത്തു. അടുത്ത വരിയും സെയിം രീതിയിലാണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് ഇതിന് വേറെ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിനും എ എന്ന് പേര് കൊടുക്കുന്നു. മൂന്നാമത്തെ വരിയിലേക്ക് വരുന്ന സമയത്ത് അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻഡിങ് ആണുള്ളത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബി എന്ന് പേര് കൊടുക്കുന്നു. നാലാമത്തതിനും മൂന്നാമത്തെ വരിയുടെ അതുപോലെ തന്നെയല്ലേ, യോജിച്ച് പോകുന്നതല്ലേ, അതുകൊണ്ട് അതിനും സെയിം പേര് കൊടുക്കുന്നു, ബി എന്ന്. അപ്പോൾ നമ്മുടെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി എന്നതാണ്. നെക്സ്റ്റ് ആൻസർ. ബട്ട് ദീസ് ഫെതേർഡ് ഫ്രണ്ട്സ് തോട്ട് നോട്ട് ഓഫ് മീ. എഴുത്തുകാരിയുടെ പരാതി അതാണ്. ഈ ചിറകുള്ള എൻ്റെ കൂട്ടുകാർ, പക്ഷികൾ, ഫെതേർഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പക്ഷികളെയാണ്. തോട്ട് നോട്ട് ഓഫ് മീ, അവരെന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ദ ഓതർ കോൾസ് ദീസ് ബേർഡ്സ് ഫെതേർഡ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്, എങ്ങനെ, തൂവലുള്ള കൂട്ടുകാർ. ദേ കെപ്റ്റ് നിബ്ലിംഗ് ആൻഡ് ഗോബ്ലിംഗ് ഓൺ മൈ ചെറീസ്. ദേ, ദാറ്റ് ഈസ് ദീസ് ബേർഡ്സ്, ദേ കെപ്റ്റ്, ദേ കണ്ടിന്യൂഡ് നിബ്ലിംഗ്. നിബിൾ എന്ന് പറഞ്ഞാൽ ഈറ്റ് എന്നാണ് അർത്ഥം. പക്ഷേ ശരിക്കും നിബിളിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ കാറിലില്ലേ അണ്ണാനൊക്കെ തിന്നണ പോലെയുള്ള സംഭവം, അതിന് GNAW എന്ന് പറയും, നോ എന്ന് പറയും, നോയിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഫ്രണ്ട് ടീത്ത് കൊണ്ട് ഒരു സംഭവം കടിച്ചു തിന്നണയാണ് ശരിക്കും നിബിൾ എന്ന് പറയുന്നത്. ദീസ് ബേർഡ്സ് നിബ്ലിംഗ് ആൻഡ് ഗോബ്ലിംഗ്. ഗോബ്ലിംഗ് എന്ന് വെച്ചാൽ സ്വാലോ ചെയ്യുക, വെട്ടി വിഴുങ്ങുക. ഈറ്റ് ഗ്രീഡ്ലി, ആർത്തിയോടെ തിന്നുക, അതിനെയാണ്. അപ്പോൾ അവരങ്ങനെ അവരുടെ പരിപാടി തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ചെറിയമ്പിൽ സ്റ്റോപ്പ്, ഐ ഷൗട്ട് ഇറ്റ്, ആൻഡ് ലീവ് ദാറ്റ് ട്രീ. ഒന്ന് നിർത്തി, ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് മര്യാദയ്ക്ക് പെയ്ക്കോ, ഞാൻ ഷൗട്ട് ചെയ്തു. യു ഹാവ് ടേക്കൺ മോർ ചെറീസ് ദാൻ യു നീഡ്. നിനക്ക് ആവശ്യമുള്ളതിനേക്കാൾ നിങ്ങൾ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് പോകുന്നതാണ് നല്ലത്. യു ഹാവ് ടേക്കൺ മോർ ചെറീസ് ദാൻ യു നീഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ യു ഹാവ് ഈറ്റൺ. സോ ഗോ ഫ്രം ഹിയർ. I commanded, I shouted. My pleading cries went unheeded. Then I realized just what I needed. I rushed to my neighbor's house for a chat and returned to my cherry tree and sat with my newfound friend, the neighbor's cat. My pleading cries. Pleading means requesting. Please, please എന്ന് പറയില്ലേ, അതാണ് pleading. My pleading cries went unheeded. Unheeded, unnoticed. അല്ലെങ്കിൽ ഇഗ്നോർഡ്. എൻ്റെ ആ റിക്വസ്റ്റുകളെല്ലാം, എൻ്റെ അപേക്ഷകളെല്ലാം ഞാൻ അപേക്ഷാപൂർവ്വം ഒരുപാട് നേരം ഒച്ചയിട്ട് നോക്കി, ഒരു കാര്യം ഉണ്ടായില്ല. ഇറ്റ് വെൻറ്റ് അൺഹീഡഡ്. ദേ ഡിഡ്ന്റ് ലിസൺ ടു മൈ റിക്വസ്റ്റ്സ്. എൻ്റെ അപേക്ഷകളൊന്നും അവർ ചെവിക്കൊണ്ടില്ല. ദെൻ ഐ റിയലൈസ്ഡ് ജസ്റ്റ് വാട്ട് ഐ നീഡഡ്. പിന്നീട് എനിക്ക് തിരിച്ചറിവുണ്ടായി, എനിക്ക് മനസ്സിലായി ജസ്റ്റ് വാട്ട് ഐ നീഡഡ്, എനിക്ക് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ എന്ന്. എനിക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലായി. ഐ റഷ് ടു മൈ നെയ്ബേഴ്സ് ഹൗസ്. ഞാനങ്ങനെ എൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് റഷ് ചെയ്തു, വേഗത്തിൽ പോയി അല്ലെങ്കിൽ ഓടി. എന്തിനാണ്? ഫോർ എ ചാറ്റ്, ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കാൻ. ആൻഡ് റിട്ടേൺ ടു മൈ ചെറി ട്രീ ആൻഡ് സാറ്റ് വിത്ത് മൈ ന്യൂ ഫൗണ്ട് ഫ്രണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ചെറി ട്രീയുടെ അരിയിലേക്ക് തിരിച്ചു വന്നു. ആൻഡ് സാറ്റ്, അവിടെ ഇരുന്നു. വിത്ത് മൈ ന്യൂ ഫൗണ്ട് ഫ്രണ്ട്, എൻ്റെ പുതിയ കൂട്ടുകാരനൊത്ത്. ആരാണ് പുതിയ കൂട്ടുകാരൻ? അവനാണവൻ, the neighbor's cat. So the narrator brought the neighbor's cat in order to drive all these birds away from the cherry tree. എല്ലാറ്റിനെയും ആട്ടിക്കളയാൻ വേണ്ടി ഒരു മാർഗം കണ്ടെത്തിയതാണ് ഈ പൂച്ചയെ കൊണ്ടുവരിക എന്നുള്ളത്. നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഓതറിനെ സംബന്ധിച്ചിടത്തോളം ആ ചെറി ട്രീ അവരുടേതാണ്. ബട്ട് ഫോർ ദ ബേർഡ്സ് ഇറ്റ്സ് കോമൺ ഫോർ ഓൾ. അവരെ സംബന്ധിച്ചിടത്തോളം അത് ജസ്റ്റ് പ്രകൃതിയിലുള്ള ഒരു സംഭവമാണ്, അത് തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് അവർ ധരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഒന്ന് സ്വതന്ത്രമായി അവിടെ വിഹരിക്കുന്നത് അല്ലേ, ആടിപ്പാടി ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി ചെറി ഭക്ഷിച്ച് അറമാദിച്ച് നടക്കുന്നത്. പക്ഷേ നരേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ ഒരു പ്രതീകമാണ്. എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ക്രൂവൽ ഹ്യൂമൻ ബീയിങ്സ് ഓർ സെൽഫിഷ് ഹ്യൂമൻ ബീയിങ്സ്. സ്വാർത്ഥരായിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യരുടെ ഒരു പ്രതിനിധിയാണ് നമ്മുടെ നരേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്കൊരിക്കലും ഒരു പക്ഷി തൻ്റെ തോട്ടത്തിൽ വന്നിരുന്ന് താനുണ്ടാക്കിയ സാധനങ്ങൾ ഭക്ഷിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇത് മനുഷ്യൻ്റെ
സ്വാർത്ഥതയെ സറ്റൈറൈസ് ചെയ്യുന്ന ഒരു കൃതിയാണ് എന്ന്. സിൻസ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഐ തിങ്ക് ദർ ഈസ് നോ സ്കോപ്പ് ഫോർ എനി ഡൗട്ട്സ്. നൗ വി ഹാവ് ടു ഗോ ടു ദ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഇനിയൊരു 2-3 സെൻറ്റൻസിൽ ഈ പോയം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പോയത്തിനെ കുറിച്ചൊരു 4 മാർക്കിനോ 5 മാർക്കിനോ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം എഴുതി വെച്ചാൽ മതി അല്ലേ. ആ പോയത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു ചെറിയ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദ പോയം ഇൻ എ നട്ട്ഷെൽ. മൈ ചെറി ട്രീ ഈസ് എ ഹ്യൂമറസ് പോയം, നേരത്തെ പറഞ്ഞ കാര്യമാണ്. വിച്ച് ഡിസ്ക്രൈബ്സ് ദ ചെറി ട്രീ ദാറ്റ് ഈസ് വിസിറ്റഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് ബേർഡ്സ് ഹു ഫീസ്റ്റ് ഓൺ ദ ഡെലീഷ്യസ് റൈപ്പ് ചെറീസ്. ഹു ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ ഉണ്ണുക എന്നൊക്കെയല്ലേ. അവർക്ക് ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സദ്യ തന്നെയാണ്. ഹു ഫീസ്റ്റ് ഓൺ ദ ഡെലീഷ്യസ്, സ്വാദുള്ള റൈപ്പ് ചെറീസ്, മൂത്ത പാകമായിട്ടുള്ള ചെറി, അത് തിന്നാൻ വരുന്ന ലാർജ് നമ്പർ ഓഫ് ബേർഡ്സിൻ്റെ ഒരു കഥയാണ് ഈ കവിത പറയുന്നത് അല്ലേ. ദ ഓതർ റൈറ്റ്സ് ദാറ്റ് ഷീ ഹാസ് നർച്ചർഡ് ദ ട്രീ ഫ്രം സീഡ് ടു സാപ്ലിംഗ് ടു ട്രീ. വിത്തിൽ നിന്ന് തൈയിലേക്കും തൈയിൽ നിന്ന് മരത്തിലേക്കും നട്ടു നനച്ച് വളർത്തിയത് ഓതറാണെന്ന് അവർ പറയുന്നു. ബട്ട് വിത്ത് നോ സച്ച് തോട്ട്സ്, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ലാതെ ദ ബേർഡ്സ് മേക്ക് മെറി ഓഫ് ദ ഫ്രൂട്ട്സ്. പക്ഷികൾ അങ്ങനെ മെറി ചെയ്യുകയാണ്, സന്തോഷിക്കുകയാണ് ആ പഴങ്ങളാൽ. ഷീ ഷൗട്ട്സ് അറ്റ് ദ ബേർഡ്സ്, ഒച്ചയിടുന്നുണ്ട് പക്ഷികളോട്. ബട്ട് ടു നോ അവൈൽ, ബട്ട് നോ യൂസ് അറ്റ് ഓൾ, ഒരു കാര്യമില്ല. സോ ദ നെക്സ്റ്റ് തിങ് ഷീ ഡസ് ഈസ് ഗോ ഗെറ്റ് ദ നെയ്ബേഴ്സ് ക്യാറ്റ്. അതുകൊണ്ട് അടുത്ത പടി എന്ന് പറയുന്നത് ഷീ ഗോസ് ടു ദ നെയ്ബേഴ്സ് ഹൗസ് ആൻഡ് ബ്രിങ്സ് ദ ക്യാറ്റ് ഹിയർ. അങ്ങനെ അവിടുത്തെ പൂച്ചയെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. വിച്ച് ഷീ ഹോപ്സ് വിൽ സ്കെയർ ദ ബേർഡ്സ് അവേ. എന്ത് പ്രതീക്ഷയിലാണ്? ഷീ ഹോപ്സ് ദിസ് ക്യാറ്റ് വിൽ സ്കെയർ ദ ബേർഡ്സ് അവേ. ആ പക്ഷികളെ പേടിപ്പിക്കും. സ്കെയർ ചെയ്യാന്ന് പേടിപ്പിക്കുക, പേടിപ്പിച്ച് വിടാനാണ് പൂച്ചയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആ പ്രതീക്ഷയിലാണ് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നൗ ലെറ്റ് us check some short answer questions. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ്. നമ്മൾ പഠിച്ച പോയതിൽ നിന്ന് ഒരു 4-5 വരി തരും. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതേണ്ടി വരും. Read the stanza taken from the poem My Cherry Tree and answer the following questions. So a few lines are given there and you have to find out the answer for the given questions. I sat watching the birds in my cherry trees. There were so many, they outnumbered the leaves. They would flint and flutter and fly all about, stuffing my cherries in their little mouth. Who is the speaker of this poem? തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് ആരാണ് ഈ പോയത്തിലെ സ്പീക്കർ എന്ന്, നരേറ്റർ എന്ന്. ആരാണ്? ഓതറാണല്ലേ, എലൻ ബെയ്ലി തന്നെയാണ്. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ദ ലൈൻ വിച്ച് ടെൽസ് അസ് ദാറ്റ് ദർ വർ മെനി ബേർഡ്സ് ഇൻ ദ ചെറി ട്രീ. ഒരുപാട് ബേർഡ്സ് ആ ചെറി ട്രീയിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? പിക്ക് ഔട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ലൈൻ, ആ ലൈന് എടുത്തെഴുതിയാൽ മതി. നമുക്കറിയാം സെക്കൻഡ് ലൈനാണത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബേർഡ്സ് ഇൻ ദ ചെറി ട്രീ ഡൂയിങ്? അവരെന്താണ് ചെറി ട്രീയിൽ ചെയ്തുകൊണ്ടിരുന്നത്? The birds in the cherry tree are flinting and fluttering to stuff the cherries in their mouths. അവരങ്ങനെ ചിറകെട്ടടിച്ച് പറക്കുകയായിരുന്നു. എന്തിനാ? ടു സ്റ്റഫ് ചെറീസ് ഇൻ ദെയർ മൗത്ത്സ്. അവരുടെ ചെറിയ വായിൽ ചെറിപ്പഴങ്ങൾ കുത്തി നിറയ്ക്കാൻ വേണ്ടി. വാട്ട് ഈസ് ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദീസ് ലൈൻസ്? ഓൺ ദ വേ നമ്മൾ പറഞ്ഞതാണ് എഫ് 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 എൽ 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 അല്ലേ, അടുപ്പിച്ചടുപ്പിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അലിട്രേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. വേറൊരു 4 വരി, ദേ വർ ബ്ലൂ ബേർഡ്സ്, റെഡ് ബേർഡ്സ് ആൻഡ് സ്പാരോസ്. ടു വുഡ് ബി എനി ലെഫ്റ്റ് ഫോർ മീ. Why did birds come to cherry tree? എന്തിനാണ് അവർ വന്നിട്ടുള്ളത്? എന്തിനാണ് നമുക്കറിയാം. ബേർഡ്സ് കെയിം ടു ചെറി ട്രീ ഫോർ ദ ഫ്രൂട്ട്സ് ടു ഈറ്റ്. ആ പഴങ്ങൾ തിന്നാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഡിഡ് ദേ ഡു ആഫ്റ്റർ റീച്ചിങ് ദ? അവരെന്താണ് ചെയ്തത് അവിടെ എത്തിയപ്പോൾ? ദേ മെയ്ഡ് എ ലോട്ട് ഓഫ് നോയ്സ് ആൻഡ് വെർ ഹാപ്പി വൈൽ ഹാവിങ് ദ ചെറീസ്. ആ ചെറീസ് തിന്ന് സന്തോഷിച്ച് ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് നടക്കുകയായിരുന്നു അല്ലേ. വാട്ട് വാസ് ദ ഡൗട്ട് ഓഫ് ദ ഓതർ സീയിങ് ചെറി ഡെവറിങ് ബേർഡ്സ്? ഡെവറി പറഞ്ഞാൽ വിഴുങ്ങുക, വെട്ടി വിഴുങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. ആർത്തിയോടെ തിന്നുക. അപ്പോൾ അവിടുത്തെ ഈ ചെറിപ്പഴങ്ങളെ ആർത്തിയോടെ തിന്നുന്ന ബേർഡ്സിനെ കണ്ട സമയത്ത് ഓതറിൻ്റെ സംശയം എന്താണ്? ദ ഓതർ ഡൗട്ടഡ് ഇഫ് ദർ വുഡ് ബി എനി ചെറി ലെഫ്റ്റ് ഫോർ ഹെർ സീയിങ് ദ ഗീറ്റ്. ദ ഓതർ ഡൗട്ടഡ്, ഓതറിന് സംശയം ഉണ്ടാവുകയാണ്. ഇഫ് ദർ വുഡ് ബി എനി ചെറി ലെഫ്റ്റ്, അവിടെ ഇനി എന്തെങ്കിലും ചെറി ബാക്കി ഉണ്ടാകുമോ? ഫോർ ഹെർ, അവൾക്ക് വേണ്ടി അല്ലേ. അവരുടെ ആർത്തി കാരണം തനിക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമെന്ന് പേടിച്ചിരിക്കുകയാണ് നമ്മുടെ ഓതർ. ഇൻ വാട്ട് സെൻസ് ഡസ് ദ വേർഡ് ബോറോ ഈസ് യൂസ്ഡ് ഹിയർ? ഈ വരിയിൽ ബോറോ എന്നുള്ളത് എന്ത് സെൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന്. ബോറോയുടെ യഥാർത്ഥ മീനിങ് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ടു റിസീവ് സംതിങ് ഫ്രം സംബഡി ടെമ്പററിലി, താൽക്കാലികമായിട്ട്
ഒരു കാര്യം മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്നതിനാണ് ബോറോ ചെയ്യുക എന്ന് പറയുന്നത്. എക്സ്പെക്റ്റിംഗ് ടു റിട്ടേൺ ഇറ്റ്, അത് തിരിച്ചു കൊടുക്കും. ഹിയർ ദ ചെറീസ് ഡു നോട്ട് ബിലോങ് ടു ദ ബേർഡ്സ്. ഇവിടെ പറയുന്നത് ചെറികൾ ബേർഡ്സിൻ്റെ അല്ല. ദേ ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ദ ഓതർ അലൗസ് ദം ടു ഡു സോ. അവരത് എടുക്കുന്നത് നമ്മുടെ എഴുത്തുകാരി അതിന് അനുവദിക്കുന്നത് കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഓതർ ആ ചെറിപ്പഴത്തിൻ്റെ ഉടമയാണ് എന്നാണ്. നെക്സ്റ്റ്, ബട്ട് ദീസ് ഫെതേർഡ് ഫ്രണ്ട്സ് തോട്ട് നോട്ട് ഓഫ് മീ ആൻഡ് കെപ്റ്റ് നിബ്ലിംഗ് ആൻഡ് ഗോബ്ലിംഗ് ഓൺ മൈ ചെറീസ്. സ്റ്റോപ്പ്, ഐ ഷൗട്ടഡ്, ആൻഡ് ലീവ് ദാറ്റ് ട്രീ. യു ഹാവ് ടേക്കൺ മോർ ചെറീസ് ദാൻ യു നീഡ്. ഹൂ ആർ ദ ഫെതേർഡ് ഫ്രണ്ട്സ് ഹിയർ? ആരെയാണ് അവിടെ ഫെതേർഡ് ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ബേർഡ്സ് ആണല്ലേ, പലതരത്തിലുള്ള പക്ഷികളാണ്. ആരൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ ബേർഡ്സ്, റെഡ് ബേർഡ്സ് ആൻഡ് സ്പാരോസ്. അവരെന്തിനാണ് വന്നിട്ടുള്ളത്? റീച്ച് അറ്റ് ദ ചെറി ട്രീ ടു എൻജോയ് ദ ഫ്രൂട്ട്സ്. ആ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഈ പക്ഷികളെയാണ്. അടുത്തത്, വൈ ഡിഡ് ദ ഓതർ ഷൗട്ട് അറ്റ് ദ ബേർഡ്സ്? എന്തിനാണ് ഓതർ ആ പക്ഷികളോട് ഒച്ചയിട്ടത്? എന്തിനാണ് ഒച്ചയിട്ടത്? വിതൗട്ട് കൺസിഡറിങ് ദ സോ കോൾഡ് ഓണർ ഓഫ് ദ ചെറി ട്രീ. ഓണർ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയെ കൺസിഡർ ചെയ്യാതെ, പരിഗണിക്കാതെ, ദ ബേർഡ്സ് വെർ കണ്ടിന്യൂയിങ് ഈറ്റിംഗ് ദ ചെറീസ്. ആ പക്ഷികൾ ചെറിപ്പഴങ്ങൾ തിന്നുന്നത് തുറന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഓതറെ സംബന്ധിച്ചിടത്തോളം, ടു ദ ഓതർ ദേ ഹാഡ് കൺസ്യൂംഡ് മോർ ദാൻ ദേ നീഡഡ്. അവർക്ക് ആവശ്യമുള്ളതിലധികം അവർ ഭക്ഷിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് വൈ ഷീ ഷൗട്ടഡ് അറ്റ് ദ ബേർഡ്സ്. അതുകൊണ്ടാണ് ഒച്ചയിട്ടത്. ഹൗ ഡസ് ദ സ്പീക്കർ ഡിസ്ക്രൈബ് ദ ബേർഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോയം? എങ്ങനെയാണ് ബേർഡ്സിനെ ഈ പോയത്തിൻ്റെ തുടക്കത്തിൽ കവി വിവരിച്ചിട്ടുള്ളത്? എങ്ങനെയാണ്? ദേ ഔട്ട് നമ്പേർഡ് ദ ലീവ്സ് എന്നാണ്. ദ ബേർഡ്സ് ഔട്ട് നമ്പേർഡ് ദ ലീവ്സ്. ഇലകളേക്കാൾ അധികം പക്ഷികളുണ്ട് എന്നാണ്. ദേ ഫ്ലൂ അറൗണ്ട് ദ ചെറി ട്രീ, ഫ്ലാപ്പിംഗ് ദെയർ വിങ്സ് ആൻഡ് സ്റ്റഫിംഗ് ചെറീസ് ഇൻ ദെയർ ലിറ്റിൽ മൗത്ത്. ഹൗ ഡസ് ദ സ്പീക്കർ നേച്ചർ ദ ചെറി ട്രീ? എങ്ങനെയാണ് അതിനെ വളർത്തിയത്? ദ നരേറ്റർ ഹാസ് പ്ലാന്റഡ് ആൻഡ് നർച്ചേർഡ് ദ ചെറി ട്രീ ഫ്രം സീഡ്. വിത്ത് കുഴിച്ചിട്ടത് മുതൽ അതിനെ നർച്ചർ ചെയ്ത് കൊണ്ടുവന്നത്, പരിപോഷിപ്പിച്ചു കൊണ്ടുവന്നത് നരേറ്ററാണ്. ഷീ വാട്ടേഡ് ഇറ്റ്, വെള്ളം നനച്ചു. പ്രൂൺഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഇറ്റ് ഫ്രം അൺഫേവറബിൾ കണ്ടീഷൻസ്. അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് നമ്മുടെ ഓതറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ സ്പീക്കർ വിസിറ്റ് ഹിസ് നെയ്ബേഴ്സ് ഹൗസ്? എന്തിനാണ് നെയ്ബേഴ്സ് ഹൗസിൽ പോയത്? വാട്ട് ഡിഡ് ദ നരേറ്റർ ബ്രിങ് ഫ്രം ദ? അവിടെ നിന്ന് എന്താണ് ആ നരേറ്റർ കൊണ്ടുവന്നിട്ടുള്ളത്? ദ സ്പീക്കർ വിസിറ്റഡ് ഹിസ് നെയ്ബേഴ്സ് ഹൗസ് ഫോർ എ ചാറ്റ്. ഒരു ചാറ്റിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ആൻഡ് ഷീ ബ്രോട്ട് ദ നെയ്ബേഴ്സ് ക്യാറ്റ്. ഹൗ ഡസ് ദ സ്പീക്കർ പ്രിവെൻറ്റ് ബേർഡ്സ് ഫ്രം ഈറ്റിംഗ് ചെറീസ്? പക്ഷികൾ ഈ ചെറിപ്പഴങ്ങൾ തിന്നുന്നതിൽ നിന്ന് എങ്ങനെയാണ് ഓതർ അവരെ തടയാൻ ശ്രമിച്ചത്? ആദ്യം ഷൗട്ട് ചെയ്തു, പ്ലീഡ് ചെയ്തു, അല്ലേ, റിക്വസ്റ്റ് ചെയ്തു. ബട്ട് ടു നോ അവൈൽ, കാര്യമൊന്നും ഉണ്ടായില്ല. സോ ദ നെക്സ്റ്റ് തിങ് ഷീ ഡസ് ഈസ് ടു ഗോ ആൻഡ് ഗെറ്റ് ദ നെയ്ബേഴ്സ് ക്യാറ്റ്. അയൽവക്കത്ത് പോയിട്ട് നെയ്ബേഴ്സിൻ്റെ ക്യാറ്റിനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് അവർ ചെയ്തത്. വിച്ച് ഷീ ഹോപ്സ് വിൽ സ്കെയർ ദ ബേർഡ്സ് അവേ. ഓതറിൻ്റെ പ്രതീക്ഷ ഈ ക്യാറ്റ്സ് അവിടെ വന്നിട്ട് ഈ പക്ഷികളെയൊക്കെ ഓടിക്കുമെന്നാണ്. അടുത്തത്, കമൻറ്റ് ഓൺ ദ പിക്ചോറിയൽ ക്വാളിറ്റി. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോയത്തിലുടനീളം പിക്ചേഴ്സാണുള്ളത് എന്നല്ലേ. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പിക്ചേഴ്സ് ഒരുപാട് ഓടിയെത്തും. ദ പോയം ഈസ് ഫുൾ ഓഫ് വിഷ്വൽ ഇമേജസ് ആൻഡ് ഓഡിറ്ററി ഇമേജസ്. വിഷ്വൽ ഇമേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രങ്ങളാണ്. ഇനി ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു വരി വായിക്കുന്ന സമയത്ത് പക്ഷികളുടെ ചിലപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ വരും, അല്ലേ. ഒന്ന് കേൾക്കലാണ്, മറ്റൊന്ന് കാണലാണ്. അങ്ങനെയുള്ള ഇമേജസാണ് വിഷ്വലും ഓഡിറ്ററിയും. ഫ്രം ദ വെരി ബിഗിനിങ് ടിൽ ദ എൻഡ്, അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനത്തെയുള്ള ഇമേജസാണ് കാണാൻ കഴിയുന്നത്. ദ ഇമേജ് ഓഫ് ദ നരേറ്റർ വാച്ചിങ് നമ്പർലെസ് ബേർഡ്സ് ഫ്ലൈയിങ് ഓൺ ആൻഡ് ഓഫ് ദ ട്രീസ് സ്റ്റഫിംഗ് ചെറീസ്. ആ നരേറ്റർ മുറ്റത്തിരുന്ന് ഇങ്ങനെ ചെറിമരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കുന്ന, വായിൽ ചെറിപ്പഴങ്ങൾ കുത്തിത്തിരികെ നടക്കുന്ന എണ്ണമറ്റ പക്ഷികളെ കാണുന്ന ആ ചിത്രം. അതുപോലെ തന്നെ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബ്ലൂ ആൻഡ്, പല വർണ്ണ പക്ഷികൾ അവിടെയുണ്ട്. അതിൻ്റെ ചിലപ്പിൻ്റെ സൗണ്ടുണ്ട്, അല്ലേ. അത് നമ്മുടെ വായനക്കാരുടെ ചെവിയിലേക്ക് അടക്കം എത്തി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ദ ഷൗട്ട് ഓഫ് ദ നരേറ്റർ എക്കോസ് ബോത്ത് ഇൻ ദ ഇയേഴ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ഓഫ് ദ റീഡേഴ്സ്. ഒച്ചയിടുന്ന ശബ്ദം, അല്ലേ, പക്ഷികളുടെ നേരെ നമ്മുടെ നരേറ്റർ ഒച്ചയിടുന്നുണ്ട്. ആ ഒച്ച നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ദ ലാസ്റ്റ് ആൻസർ, അവിടെയും ഒരു ചിത്രമാണുള്ളത്. അയൽവക്കാരൻ്റെ പൂച്ചയും കൊണ്ട് വന്നിട്ട് പക്ഷികളെ ആട്ടിവിടുന്ന ആ ഒരു ചിത്രം. അങ്ങനെ ദിസ് പോയം ഈസ് എ വിഷ്വൽ ട്രീറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഈ പോയം നമ്മുടെ കണ്ണുകൾക്കൊരു വിരുന്ന് തന്നെയാണ്. അടുത്തത്, അപ്രീസിയേഷൻ ഓഫ് ദ പോയം മൈ ചെറി ട്രീ. നമുക്ക് 4 പോയമാണുള്ളത്. അപ്പോൾ 4 പോയത്തിൻ്റെ അപ്രീസിയേഷൻ പഠിക്കണം. 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ 4ത്തെ ഏതെങ്കിലും ഒരെണ്ണം വരുമെന്ന് ഷുവറാണ്. അപ്പോൾ ആദ്യം നമ്മുടെ പോയറ്റസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നുകൂടി എടുത്തെഴുതിയെന്ന് മാത്രം. ഇനി ഈ പോയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കവിടെ കാണാം, അല്ലേ. 2ാമത്തെ പാരഗ്രാഫിൽ ഇത് തന്നെയാണുള്ളത്. അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല.
മൂന്നാമത്തെ പാരഗ്രാഫിലും ഉള്ളത് ആ ഓതറിൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ തന്നെയാണ്. എങ്ങനെയാണ് ഈ പ്ലാന്റിനെ നനച്ച് വലുതാക്കിയത് അല്ലേ. പിന്നെ അതിൽ ഒരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനുള്ളത് ദ ലൈൻ സോ ഐ വാസ് ടോൾഡ് എന്നുള്ള സംഭവമാണ്. ചുരുക്കി പറഞ്ഞാൽ ഓതറിനെ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ആരൊക്കെ വെച്ചാൽ ഇത് നീ നനച്ചുണ്ടാക്കിയ സാധനമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് ഓതറിന് സ്വന്തമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ആ തോന്നുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ, ഐ വാസ് ടോൾഡ് എന്നാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് നിൻ്റെയാണ്, നിൻ്റെ ചെറിയ ട്രീ ആണ്. ആ ഒരു ബോധം നമ്മുടെ ഓതറിൻ്റെ മനസ്സിലുണ്ട്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യന്മാരുടെയും വിചാരം താൻ എന്തെങ്കിലും നനച്ചുണ്ടാക്കിയാൽ അത് തൻ്റെ മാത്രമാണെന്നാണ്. അങ്ങനെയാണ് ഒരു പൊതുവായ ധാരണ. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. അത്രയേ എൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ധാരണകളാണ് മനുഷ്യനെ കൂടുതൽ പൊസസീവ് ആക്കുന്നത്, എല്ലാവരും തൻ്റേതാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കാൻ കാരണം എന്നുകൂടി അതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫിൽ ദ പോയറ്റ് എക്സ്പ്രസസ് എ ഫീലിംഗ് ദാറ്റ് ദ ഫെതേർഡ് ഫ്രണ്ട്സ് വെർ സോ സെൽഫിഷ്. എഴുത്തുകാരിക്ക് തോന്നുന്നത് തൻ്റെ ചിറകുള്ള കൂട്ടുകാരാണ് യഥാർത്ഥത്തിൽ സെൽഫിഷ് എന്നാണ്, സ്വാർത്ഥരെന്നാണ്. ആക്ച്വലി തിരിച്ചാണെങ്കിലും അങ്ങനെ അവറ്റെ ആട്ടി പറഞ്ഞയക്കുന്നു. നെയ്ബറിൻ്റെ അടുത്തുനിന്ന് പൂച്ചയെ കൊണ്ടുവരുന്നു. ഇത്രയും കാര്യമാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ്, ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ആണ്. നമ്മൾ തുടക്കത്തിൽ അല്ലിട്രേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന റൈം സ്കീം, മൂന്നാമത്തെ സ്റ്റാൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന റൈം സ്കീം AABB ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പിക്ടോറിയൽ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ സ്റ്റാൻസയിൽ മാത്രമാണ് 5 വരികളുള്ളത്. ബാക്കിയൊക്കെ 4 വരികൾ വീതമാണ്. അവസാനത്തെ സ്റ്റാൻസയിലെ 5 വരികളിൽ ഉള്ള റൈമിംഗ് വേർഡ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൻ്റെ റൈം സ്കീം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അൺഹീഡഡ്, നീഡഡ്, അതായത് രണ്ടും ഒരേ രീതിയിലാണ് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എ എന്ന് പേര് കൊടുക്കാം. പിന്നെ ചാറ്റ്, സാറ്റ് ആൻഡ് ക്യാറ്റ്, അത് DO ആയിട്ട് മാച്ച് ചെയ്ത് പോകണതല്ല അല്ലല്ലോ. അതുകൊണ്ട് ടീയിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിന് B എന്ന് പേര് കൊടുക്കാം. ടീയിൽ അവസാനിക്കുന്നതാണ് 3 വാക്കുകളും, ചാറ്റ്, സാറ്റ് ആൻഡ് ക്യാറ്റ്. അതുകൊണ്ട് 3ഉം B ആണ്. അതായത് AABBB, അതാണ് ഇതിൻ്റെ റൈം സ്കീം എന്ന് വരുന്നത്. ഇനി അവസാനം ഒരു കൺക്ലൂഡിംഗ് ആയിട്ട് ഒരു പാരഗ്രാഫ് കൂടി. Through this poem, the author makes the readers think what man is doing towards his fellow beings. തൻ്റെ സഹജീവികളോട് മനുഷ്യൻ എന്താണ് കാണിക്കുന്നത് എന്നതാണ് നമ്മുടെ എഴുത്തുകാരി നമുക്ക് പറഞ്ഞു തരുന്നത്. Not only human beings, all the creatures on earth also has the fundamental right to live in nature, consuming its resources. പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളെയും ചൂഷണം ചെയ്ത് ജീവിക്കാൻ മനുഷ്യന് മാത്രമല്ല മറ്റെല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമെല്ലാം അവകാശമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. So meet you again with another chapter. Until then, goodbye. Thank you.